നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കോർപ്പറേറ്റുകളുടെ കീശ നിറയ്ക്കാൻ ഇറങ്ങുമ്പോൾ നഷ്ടപ്പെടുന്നത് രാജ്യത്തിന്റെ സന്തുലിതാവസ്ഥയാണ്. കോടിക്കണക്കിന് വർഷം പഴക്കമുള്ള വടക്കേ ഇന്ത്യയുടെ സംരക്ഷണ കവചമായ ആരവല്ലി കുന്നുകളെ വെറും കല്ലും മണ്ണുമായി കാണുന്ന അധികാരികളുടെ നിലപാട് പൊതുജനങ്ങളോടും വരും തലമുറയോടുമുള്ള ക്രൂരതയാണ്. ആരവല്ലിയിലെ 12,081 കുന്നുകളിൽ 11,033 എണ്ണത്തെ ആരവല്ലി അല്ലാതാക്കി മാറ്റുന്ന വിചിത്രമായ വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. ആരവല്ലി വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലുടനീളം 700 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഭാരതത്തിന്റെ ചരിത്രത്തിന്റെയും പരിസ്ഥിതിയുടെയും ഭാഗമായ 160 കോടി വർഷം പഴക്കമുള്ള പുരാതനമായ ഒരു പാരിസ്ഥിതിക കവചമാണ്. ഗുജറാത്ത്, രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നീ 4 സംസ്ഥാനങ്ങളിലൂടെ വ്യാപിച്ചു കിടക്കുന്ന ആരവല്ലി നിരകളിൽ 5 കിലോമീറ്റർ വീതിയിൽ ഒരു ഗ്രീൻ വാൾ സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പദ്ധതിയുടെ പേര് ഗ്രീൻ ഡെവലപ്മെന്റ് എന്നാണെങ്കിലും ഇതിന്റെ മറവിൽ നടക്കുന്ന ചില നിയമപരമായ മാറ്റങ്ങൾ ചില കുടില തന്ത്രങ്ങളുടെ ഭാഗമായി തന്നെയുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം 100 മീറ്ററിൽ താഴെ ഉയരമുള്ള കുന്നുകളെ ആരവല്ലി പർവ്വതനിരയുടെ ഭാഗമായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. രാജസ്ഥാനിലെ ആരവല്ലി കുന്നുകളിൽ 90% ഈ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇവയെ പർവ്വതനിരയുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതോടെ ആ പ്രദേശങ്ങളിൽ ഖനനം നടത്തുന്നതിനുള്ള നിയമപരമായ തടസ്സങ്ങൾ നീങ്ങും. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ 11,000-ഓളം ചെറിയ കുന്നുകൾ ഖനനത്തിനായി കോർപ്പറേറ്റുകൾക്ക് തുറന്നു കൊടുക്കപ്പെടും. ഇത് ഇന്ത്യയുടെ ശ്വാസകോശം എന്ന് വിളിക്കപ്പെടുന്ന ആരവല്ലിയുടെ നാശത്തിന് കാരണമാകുന്ന കാര്യമാണ്. വായു മലിനീകരണം വർദ്ധിക്കാനും ഭൂഗർഭ ജലനിരപ്പ് താഴാനും ഇത് ഇടയാക്കുന്ന കാര്യമാണ്. അതായത് നമ്മൾ കാണുന്ന ആരവല്ലി ഏകദേശം പൂർണ്ണമായും ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. ആരവല്ലി നശീകരണത്തിന് ശുപാർശ നൽകിയതിനു ശേഷം ഇത് സുപ്രീം കോടതി വിധിയാണെന്ന് സർക്കാർ പറഞ്ഞൊഴിയുകയാണ്. ഇനിയും ഇതുകൊണ്ട് വികസനമാണ് നടക്കുന്നതെന്ന് പറയുന്ന ഏതെങ്കിലും ബുദ്ധിയില്ലാത്തവർ ഉണ്ടെങ്കിൽ വികസനമുണ്ട് ഖനന വ്യവസായത്തിനും അതുപോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും. ആരവല്ലി കുന്നുകളിൽ മാർബിൾ, ഗ്രാനൈറ്റ്, ചെമ്പ്, സ്വർണം എന്നിവയുടെ വലിയ ശേഖരമുണ്ട്. 100 മീറ്റർ താഴെയുള്ള കുന്നുകളെ സംരക്ഷണ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നതിലൂടെ ഖനന മാഫിയകൾക്കും വൻകിട വ്യവസായ ഗ്രൂപ്പുകൾക്കും നിയമപരമായ തടസ്സങ്ങളില്ലാതെ ഈ വിഭവങ്ങൾ ചൂഷണം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവർക്കൊക്കെ മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന പൊതുജനങ്ങൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് അറിയണ്ടേ? രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെ കോടിക്കണക്കിന് ജനങ്ങളെ ഇത് ബാധിക്കും. കുന്നുകളില്ലാതാകുന്നതോടെ ഥാർ മരുഭൂമിയിൽ നിന്നുള്ള ചൂടുകാറ്റും പൊടിയും തടയാൻ ആവരണങ്ങൾ ഇല്ലാതെയാകും. ദില്ലിയിലും ലക്നൌവിലും AQI അതായത് വായു ഗുണനിലവാരം 200 മുകളിൽ എത്തി നിൽക്കുമ്പോൾ രാജസ്ഥാനും ജയ്പൂരും ഇന്നും ശ്വസിക്കാൻ യോഗ്യമായിരിക്കുന്നത് ഈ ആരവല്ലി ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ തന്നെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിട്ടുണ്ട് മലിനീകരണം. ആരവല്ലി മലനിരകൾ ഭൂഗർഭജലം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന മലനിരകളാണ്. ഖനനം നടന്ന് മലകൾ ഇല്ലാതാകുമ്പോൾ ഭൂഗർഭ ജലനിരപ്പ് താഴുകയും കൃഷി നശിക്കുകയും ചെയ്യും. ഇത് വൻ പട്ടിണിയിലേക്ക് തന്നെയായിരിക്കും ഇന്ത്യയെ നയിക്കുക. ആരവല്ലിയിലെ വനങ്ങളിൽ വസിക്കുന്ന വന്യജീവികൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഇത് ഇന്ത്യയുടെ ഒരു ഭാഗത്ത് നടക്കുന്നത് മാത്രമാണെന്ന് ധരിക്കുന്നെങ്കിൽ നിങ്ങൾ മൂഢസ്വർഗത്തിലാണ്. ഇത് നിങ്ങളിലേക്ക് എത്താൻ അധിക സമയമൊന്നും വേണ്ടിവരില്ല. പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെടുമ്പോൾ പൊതുജനങ്ങൾക്ക് മലിനമായ വായുവും വരണ്ട ഭൂമിയും മാത്രമേ അവശേഷിക്കൂ. ശ്വസിക്കാൻ നല്ല വായുവില്ലാതെ, കുടിക്കാൻ നല്ല വെള്ളമില്ലാതെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണോ നമ്മൾ വികസിത കാലഘട്ടം എന്ന് വിളിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികൾക്ക് ജയ് വിളിക്കാം. പക്ഷേ ഇതുപോലെ പൊതുജനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മതവികാരം മാത്രം ഉയർത്തിവിട്ട് ഒരു രാജ്യത്തെ തന്നെ നശിപ്പിക്കുന്നവർക്ക് ജയ് വിളിക്കുന്നത് എന്തിന്റെ പേരിലാണ്?